വേറെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇത്രയും ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ഭാഗത്തിൽ എന്താണ് വേണ്ടത്? ചേച്ചി, ഗിവിംഗ് സ്പേസ് ടു ഈച്ച് അതർ ആൻഡ് റെസ്പെക്ടിങ് देयर ലൈഫ്സ്. അതാണ് ബിനീഷ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ പ്ലീസ്. മലയാളത്തിലൊന്ന് വിവർത്തനം ചെയ്യൂ. എനിക്കറിയാം മലയാളം. നമുക്ക് ഊഹിച്ചെടുക്കാം. ജസീൽ ഒന്നുകൂടെ പറയൂ. അതായത് താഴെ നിൽക്കുന്ന ആൾക്കാർ എവിടെ താഴെ? സ്റ്റെയർസിന്റെ താഴെ. അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. ഗിവിംഗ് സ്പേസ് ടു ഈച്ച് അതർ ആൻഡ് കൺസിഡറിംഗ് their likes and dislikes. ഓക്കെ, അയ്യോ അത് കറക്റ്റ് ആണ് ചേച്ചി. പോകുമ്പോ ഇവർക്ക് കൊടുത്തിട്ട് പോലുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ ഒരേ ഒരു കാര്യം പറയാം. ആണുങ്ങളായാൽ കുറച്ച് അഹങ്കാരം ഉണ്ടാവും തീർച്ചയായിട്ടും. അഹങ്കാരം, ഈഗോ ഉണ്ട്. ചാപ്പാടിലായാൽ പോലും പറയും ഈഗോ ഉണ്ട്. മനസ്സിലായോ? ഈഗോ ഉണ്ട്. അതേപോലെ പെണ്ണുങ്ങൾക്ക് ഇമോഷൻ ഒരുപാടുണ്ട്. Correct ആണോ? അതെ. പ്രോഗ്രാം മാറിയില്ല. ഓക്കെ, എല്ലാ ഈഗോ അങ്ങോട്ട് പോ. ഇത് തന്നെ കണ്ടില്ലേ ഈഗോ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പൊ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോ. ഞങ്ങളെ കുറിച്ച് അടച്ചാക്ഷേപിക്കുന്ന പോലെയല്ലേ ഞങ്ങൾക്ക് ഈഗോ ഉണ്ടെന്ന് പറഞ്ഞത്. ഓടാ, ഈഗോ ഉണ്ട്. ഞാൻ കറക്റ്റ് ആണ്. അപ്പൊ എന്താന്ന് വെച്ചാ റെസ്പെക്ട് തരണം. തീർച്ചയായിട്ടും തരണം. അതേപോലെ ആണുങ്ങളും പെണ്ണുങ്ങളുടെ ഇമോഷന് വാല്യൂ തരണം. എന്തിനു വാല്യൂ? ഇമോഷൻ. അവർക്കൊരു ഇമോഷൻ ഉണ്ട്. അതെ, നമ്മളെ പോക്കറ്റിൽ കിടക്കുന്ന പേഴ്സിൽ പൈസ എടുത്തിട്ട് ഒരു ഇമോഷനില്. ഇമോഷനൊക്കെ എപ്പോ നോക്കിയാലും പൈസയുള്ള ചിന്തയില് ഒരു ആഹാരം ഉണ്ടാക്കിയാൽ ആ ആഹാരം കൊള്ളില്ലെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കി കേട്ടോ, നല്ല ഭംഗിയുണ്ട്, അതാണ് നല്ല ടേസ്റ്റ് ആണ്, ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ വേറെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരപ്പ വീഴും. മേന ചേച്ചി, കല്യാണത്തിന് ശേഷം ഫൈറ്റ് ചെയ്ത് നേടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വന്നിട്ടുള്ള മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സുരേഷ് ചേട്ടനില്? വീട്ടിൽ നിന്ന് മാറ്റിയായിരിക്കും. സുരേഷ് ചേട്ടനെ ഞാൻ മാറ്റിയിട്ടേ ഇല്ല. സുരേഷ് ചേട്ടനാ ഇരിക്കുന്നതാണ് എനിക്ക്. അവരെ ഞാൻ മാറ്റിയിട്ട് സുരേഷ് ചേട്ടനായിരിക്കണം, ഞാനായിരിക്കണം. അതിൽ രണ്ടുപേരും അങ്ങനെയാണ്. രണ്ടുപേർക്കും ഈക്വൽ ഫ്രീഡം, ഇൻഡിവിജ്വാലിറ്റിക്ക് വളരെയധികം സ്പേസ് കൊടുക്കുന്നു, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കേട്ടോ ചേട്ടന്മാരെ, നമ്മളിവിടെ ലൈക്ക് ഫെമിനിസം അങ്ങനത്തെ കാര്യമൊന്നും അല്ല കേട്ടോ സംസാരിച്ചേ. പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും വേണ്ട സ്പേസ് ആൻഡ് റെസ്പെക്ട് മ്യൂച്വലി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അവരെ ലൈക്ക് വാല്യൂ ചെയ്യണം. ഇതാണ് അതിന്റെ അർത്ഥം കേട്ടാ. ശരി, ഓക്കെ. അതല്ല, ഈ സുമ ഇടയ്ക്കിടയ്ക്ക് ഇത് കഥയിൽ ഇത് ജീവിതമാണോ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടാ. സ്റ്റാർ മാജിക് തന്നെയാണോ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണേ. പക്ഷേ ജീവിതത്തിലും പല കഥകളും ഉണ്ട്, പല മുഖങ്ങളും ഉണ്ട്, പല യാഥാർത്ഥ്യങ്ങളും ഉണ്ട് എന്നുള്ള ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ടോക്ക് അത്രേ ഉള്ളൂ. ശരി, അപ്പൊ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മേനക ചേച്ചിയെ നമ്മളിതാ വളരെ സ്നേഹത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡിലും നമ്മൾ വെൽക്കം ചെയ്യാണ്. റെഡിയാണോ? അടിച്ചു അതൊക്കെ മേലെ റെഡിയാണോ? സോ വൺസ് അഗൈൻ ഇത് സ്റ്റാർ മാജിക്. ഇനി പവർ കൂടാണ് മോനെ. தஞ்சாவூர் பொண்ணுக்கு திருமணம், ഇതാണ് மஞ்சத்தாலி 3 முடி போடணும், തങ്കുപടിതാ புருஷனும் எல்லாம் ஒன்னா கூடணும், நீங்க ஒரு மச்சும் தம்பதியா வாழணும். பட்டணம் சுத்துற மாமாக்கு மத்தல கொட்டுற வேலை, பக்கத்து ஊரு கொள்ளையப்போ கட்டடம் கட்டுற வேலை, கெட்டி மேளம் பொட்டு பொட்டு மாமா கூட ஜல்லிக்கட்டு, ஏ அக்காவுக்கு முக்கா தொட்டு அத வீட்டுக்குள்ள மல்லிக்கட்டு, எங்க ஊரு சிங்கம் எங்க பாட்டி மனசு ரொம்ப பியூட்டி, எங்களோட தங்கம் எங்க பாட்டி வயசிலே